വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികൾക്കെന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു വാര്യർ. സിനിമയിൽ തിളങ്ങുന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്തു നിന്നും നടി വിട്ടുനിൽക്കുന്നതും. ശേഷം 14 വർഷങ്ങൾക്ക് ശേഷമാണ് 2014 ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ മഞ്ജു തിരിച്ചെത്തിയത്. ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ. മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലാകാറുണ്ട്. രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിൽ ഉൾപ്പെടെ കൈനിറയ ചിത്രങ്ങളുമായി തിരക്കിലാണ്. സോഷ്യൽ മീഡിയയിൽ നടിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലാകാറുണ്ട്. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിനായ ആരോഗ്യമാനന്ദം എന്ന ക്യാമ്പയിനിന്റെ ഗുഡ് വിൽ അംബാസിഡർ ആയിരുന്നു മഞ്ജു വാര്യർ. ഈ വേളയിൽ ക്യാൻസറിനെതിരെയുള്ള പോരാട്ടത്തിലൂടെ ജീവിതം തിരികെ പിടിച്ച തന്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് മഞ്ജു നടത്തിയ പ്രസംഗം വൈറലായിരുന്നു. എന്റെ അച്ഛനും അമ്മയും ക്യാൻസർ രോഗികളായിരുന്നു. അവർക്കത് വന്നതുകൊണ്ട് കരഞ്ഞു തളർന്നില്ല. അവർ അതിനെ ചികിത്സിച്ചു ഭേദമാക്കിയവരാണ്. അച്ഛന് പലവട്ടം ക്യാൻസറിനെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ ഇനി ജീവിതമൊന്നും ഇല്ലെന്ന് കരുതി ജീവിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ എന്റെ മുൻപിലുള്ളത് എന്റെ അമ്മയാണ്. ബ്രസ്റ്റ് ക്യാൻസർ വന്നതിനെ ധൈര്യത്തോടെ ഒരു ചിരിയോടെ ചേർത്ത് തോൽപ്പിച്ചു പഴയതിലും ഭംഗിയായി സുന്ദരിയായി പഴയതിലും ആക്റ്റീവായി ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന എന്റെ അമ്മ എന്റെ വീട്ടിലുണ്ട് എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം മഞ്ജു അച്ഛന്റെയും അമ്മയുടെയും രോഗാവസ്ഥയെക്കുറിച്ച് പറഞ്ഞത്. ഈ വേളയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പങ്കിട്ട ഒരു കുറിപ്പും അതിന് മഞ്ജു നൽകിയ നന്ദിയും ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാൻസറിനെതിരെയുള്ള ജനകീയ ക്യാമ്പയിനിന്റെ ഉദ്ഘാടന വേദി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനവും എന്റെ അധ്യക്ഷ പ്രസംഗവും ഗുഡ് വിൽ അംബാസിഡർ പ്രിയപ്പെട്ട മഞ്ജു വാര്യരുടെ പ്രസംഗവും പ്രശസ്ത ക്യാൻസർ വിദഗ്ധൻ ഡോക്ടർ MV പിള്ള സാറിന്റെ പ്രസംഗവും കഴിഞ്ഞ് ആശംസാ പ്രസംഗങ്ങൾ നടക്കുകയാണ്. ടാഗോർ തിയേറ്ററിലെ ബാൽക്കണിയിലുള്ള വലിയ ഓഡിറ്റോറിയം പുറകിൽ നിന്നും 10 നിര മുന്നിലാണ് അവർ ഇരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ മഞ്ജു എന്റെ അടുത്ത് പറഞ്ഞു അവർക്ക് ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു അതിനെന്താ, തീർച്ചയായും എടുക്കാം, അവരെ വിളിക്കട്ടെ, അതിന് കഴിയുമോ ബുദ്ധിമുട്ടാകുമോ എന്ന് മഞ്ജു. ഞാൻ പറഞ്ഞു ഇല്ലില്ല. അവരെ കൈ ഉയർത്തി വിളിച്ചു. അവർ സ്റ്റേജിന്റെ മുൻഭാഗത്തേക്ക് ഇറങ്ങി വന്നു. അവരെ സ്റ്റേജിലേക്ക് കടത്തിവിടാൻ ഞാൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറഞ്ഞു. അവർ സന്തോഷത്തോടെ കയറി വന്നു. ഏറെ സന്തോഷത്തോടെ സ്നേഹാർദ്രതയോടെ മഞ്ജു അവരോട് സംസാരിച്ചു. സിനിമാ ചിത്രീകരണ വേളയിൽ പരിചയപ്പെട്ട ഒരു ചേച്ചി അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ചിത്രീകരണ സമയത്തെ പരിചയം വർഷങ്ങൾ കഴിഞ്ഞിട്ടും മഞ്ജു സ്നേഹത്തോടെ കാത്തു സൂക്ഷിക്കുന്നു. ചില പരിചിതരെ പോലെ സന്തോഷം പങ്കിടുന്നു. സെലിബ്രിറ്റിയുടെ ഭാവമോ പരിവേഷമോ ഒരിക്കൽ പോലും ഇല്ലാത്ത പ്രതിഭാധനയായ അഭിനേത്രി. കൗതുകത്തോടെ ഓർത്തു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മഞ്ജു കേരളം മഞ്ജുവിനെ ഇത്ര സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നത് എന്ന് മന്ത്രി വീണ ജോർജ് കുറിച്ചു. മലയാളത്തെക്കാളും ഇന്ന് തമിഴകത്താണ് മഞ്ജു വാര്യർ സജീവം. മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ആര്യയും ഗൗതം കാർത്തിക്കുമാണ് ചിത്രത്തിലെ നായകന്മാർ. മാർച്ച് 27-നാണ് എമ്പുരാൻ റിലീസാകുന്നത്. പ്രിയദർശിനി എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു വാര്യർ ഇതിൽ അവതരിപ്പിക്കുന്നത്.